മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ 200 കോടി കളക്ഷൻ നേടിയ ആദ്യ ചിത്രമായ മഞ്ഞുമ്മൽ ബോയ്സ് ഇന്ന് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സമർപ്പിച്ചിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടിലാണ് ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയായ വ്യക്തിയെ നിർമ്മാതാക്കളായ പറവ ഫിലിംസ് ചതിച്ചെന്ന് പറയുന്നത്. നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താണ് മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെയുള്ള വഞ്ചനാ കേസ് എന്നൊന്ന് പരിശോധിക്കാം. 2024 ഫെബ്രുവരി 22 റിലീസായ മഞ്ഞുമ്മൽ ബോയ്സിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യ ദിവസം മുതൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഹൗസ്ഫുൾ ഷോകളുമായിട്ടാണ് ഈ സിനിമ മുന്നേറിയത്. ഇതുവരെ ഒരു മലയാള സിനിമയ്ക്കും ലഭിക്കാത്ത വിധം ഗംഭീരമായിട്ടുള്ള സ്വീകാര്യത നേടിയതോടെ ചിത്രം തിയേറ്റർ കളക്ഷനിലും കുതിച്ചു. ഒരു മാസം പിന്നിടുമ്പോഴേക്കും 200 കോടി റെക്കോർഡ് എന്ന നേട്ടം കൈവരിച്ചു. മാർച്ചിലായിരുന്നു ഇത്. തിയേറ്ററിൽ നിന്ന് പടിയിറങ്ങുമ്പോഴേക്കും OTT റിലീസിനെ കുറിച്ചുള്ള വാർത്തകളും പിന്നാലെ പുറത്തു വന്നു. റെക്കോർഡ് തുകയ്ക്കാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ OTT റൈറ്റ് സ്വന്തമാക്കിയതെന്നായിരുന്നു ഈ റിപ്പോർട്ടുകൾ. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ചൂടുപിടിച്ച വാർത്തയായി മാറിയിരിക്കുന്ന കേസിന്റെ വരവ്. ആലപ്പുഴ അരൂർ സ്വദേശിയായ സിറാജ് വലിയത്തറ ഹമീദാണ് മഞ്ഞുമ്മലിന്റെ നിർമ്മാണ ബാനറായ പറവ ഫിലിംസ് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വന്നത്. ലാഭത്തിന്റെ 40% നൽകുമെന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ സിനിമയുടെ നിർമ്മാണത്തിന് 7 കോടി രൂപ മുതൽ മുടക്കിയെന്നും എന്നാൽ കോടികൾ നേടിയിട്ടും ഇതുവരെയും മുടക്കുമുതലോ ലാഭമോ നൽകിയില്ല എന്നുമായിരുന്നു സിറാജ് കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞത്. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറവ ഫിലിംസിന്റെ ഷോൺ ആന്റണി, സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ എന്നിവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടു. ക്രിമിനൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു തുടർന്ന് പോലീസ് കേസെടുത്തത്. നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു. ഇതേ തുടർന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും കേസിന്റെ നടപടികൾക്കെതിരെ സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. സൗബിൻ ഷാഹിറും ഷോൺ ആന്റണിയും മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിരുന്നു. സിനിമയ്ക്ക് ലഭിച്ച ലാഭവിഹിതത്തിന്റെ 40% നൽകാൻ തയ്യാറാണെന്നും ഇതിനായി വരവും ചെലവും കണക്കാക്കാൻ സമയം വേണം എന്നുമായിരുന്നു ഈ അപേക്ഷയിൽ പറഞ്ഞിരുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിൽ പ്രവർത്തിച്ച കലാകാരന്മാർക്കും അണിയറ പ്രവർത്തകർക്കും പൂർണ്ണമായും പ്രതിഫലം നൽകി കഴിഞ്ഞിട്ടില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു. സിവിൽ സ്വഭാവമുള്ള തർക്കത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതിക്കാരൻ സ്വകാര്യ പരാതി ഫയൽ ചെയ്തത് സമ്മർദ്ദം ചെലുത്താനും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും ഈ ഹർജിയിലുണ്ടായിരുന്നു. ഈ വാദങ്ങൾ പരിഗണിച്ചാണ് കോടതി കേസിന്റെ നടപടികൾ സ്റ്റേ ചെയ്തത്. ഇവർ സമർപ്പിച്ച ജാമ്യാപേക്ഷയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ജാമ്യം അനുവദിക്കരുതെന്നും കേസിന്റെ അന്വേഷണത്തിന് പ്രതികളുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. പരാതിക്കാരൻ നൽകിയ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് രേഖകളും മറ്റ് തെളിവുകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറവ ഫിലിംസ് പരാതിക്കാരനെ കരുതി കൂട്ടി ചതിച്ചു എന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രധാന വിവരങ്ങൾ എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. പരാതിക്കാരനെ ആദ്യ ഘട്ടം മുതൽ തന്നെ പറവ ഫിലിംസിന്റെ അമരക്കാർ വഞ്ചിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. 2022 നവംബർ 30 സിറാജ് കരാറിൽ ഒപ്പുവെക്കുന്നത്. 7 കോടി മുതൽ മുടക്കിയാൽ 40% ലാഭവിഹിതം നൽകാമെന്നായിരുന്നു ഈ കരാർ. സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്നും ഈ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ സമയത്ത് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികളെ പൂർത്തിയായിരുന്നുള്ളൂവെന്നും ഷൂട്ട് തുടങ്ങിയിട്ടില്ല എന്നും പോലീസ് പറയുന്നു. അടുത്തൊരു കാര്യം, വിതരണം, മാർക്കറ്റിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടെ മൊത്തം നിർമ്മാണ ചെലവ് 22 കോടിയാണെന്നാണ് പറവ ഫിലിംസ് പരാതിക്കാരനെ ബോധിപ്പിച്ചത്. എന്നാൽ GST അടക്കം 18.5 കോടി രൂപയാണ് സിനിമയ്ക്കായി ചെലവായിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. സിനിമയുടെ റിലീസ് പ്രതിസന്ധിയിലാണെന്നറിയിച്ചപ്പോൾ വിതരണക്കാരിൽ നിന്നും 11 കോടി കൂടി പരാതിക്കാരന്റെ ഇടപെടലിലൂടെ ലഭ്യമാക്കിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിയേറ്റർ കളക്ഷനും സാറ്റലൈറ്റും OTTയും എല്ലാം കൂടി 250 കോടിയിലധികം ചിത്രം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ 40% എന്നാൽ അത് 47 കോടി രൂപയോളം വരും. എന്നാൽ 50 ലക്ഷം മാത്രമാണ് പരാതിക്കാരന് ഇതുവരെയും പറവ ഫിലിംസ് നൽകിയിട്ടുള്ളത്. 40% ലാഭവിഹിതം നൽകാൻ തയ്യാറാണെന്ന് പറവ ഫിലിംസ് കോടതിയിൽ നേരത്തെ അറിയിച്ചിരിക്കുന്നതിനാൽ ഒരുപക്ഷെ ഈ കേസ് കൂടുതൽ നടപടികളിലേക്ക് പോകാതെ സെറ്റിൽമെന്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തലുകൾ. കൺമണി അൻപോട് പാട്ട് ഉപയോഗിച്ചതിനെതിരെ ഇളയരാജ രംഗത്ത് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം പാട്ടിന്റെ റൈറ്റ്സ് നിയമപരമായി നേടിയിരുന്നുവെന്ന് നിർമ്മാതാക്കൾ മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും ഈ വഞ്ചനാ കേസിൽ പറവ ഫിലിംസ് ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല.